ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡീസ് വേൾഡ്. ഇന്നൊരു പാസ്ത റെസിപ്പിയാണ്. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെഡ് സോസ് പാസ്തയുടെ റെസിപ്പിയാണ്. അപ്പോൾ ശരി, അതെങ്ങനെയാണെന്നുള്ളത് നേരെ ഇനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ടൈപ്പ് പാസ്തയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ഫിസിലി പാസ്ത എന്നാണ് പറയുന്നത്. പിന്നെ ഒരു 4 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, പിന്നെ വേണ്ടുന്നത് ഒരു കഷ്ണം പട്ട, കുറച്ച് ഏലക്കായ്, പിന്നെ കുറച്ച് ഗ്രാമ്പു. അപ്പോൾ ഇനി ആദ്യം വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. പാസ്ത ഒന്ന് വേവിക്കണം. തിളച്ച വെള്ളത്തിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതിവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ടുന്ന റെഡ് സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഈ ഓയില് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ആയിരിക്കും ബെറ്റർ വെളിച്ചെണ്ണയെക്കാളും. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ എടുത്ത് വെച്ചേക്കുന്ന ഏലക്കായ്, പട്ട, ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്, അതും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അത് അടിച്ചു ഈ ഒരു ടൈപ്പാണ്. ഇനി പാസ്ത വെന്തോന്ന് നോക്കാം. പാസ്ത ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്യാം. ഇനി വേറൊരു പാൻ വെച്ചിട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ മാവ്, അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ സോസ് അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് അല്പം കൂടി വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം കുറച്ച് കസൂരി മെത്തി, അത് ഉണ്ടെങ്കിൽ അത് ഓപ്ഷണലാണ്, അതുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. കുറച്ച് കസൂരി മെത്തിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനെ ഇനി ബൗളിലേക്ക് എടുക്കാം. ഈ പാസ്ത വേവുന്ന ആ ഒരു സമയമേ വേണ്ടി. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റഡ് ചീസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. എല്ലാം കൂടി ഒരു 8 മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എല്ലാം പാകത്തിനുണ്ട്. എരിവും ഉപ്പും പുളിയും എല്ലാം നല്ല പാകത്തിനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു റെസിപ്പിയുമായി വരും വരേക്കും ബൈ.